ഫ്രണ്ട്സ്, മഴതോരും മുൻപയുടെ ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ സ്റ്റാൻലിയും അലീനയും ഒക്കെ യാത്ര കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചെത്തിയേക്കുവാണ്. വന്ന പാട് സ്റ്റാൻലി വേഗം തന്നെ വണ്ടിയിൽ നിന്ന് ഇറങ്ങി അകത്തേക്ക് ഇറങ്ങിപ്പോയി. അപ്പോൾ പുറത്ത് ആൻ്റപ്പൻ ചേട്ടനും ആ ഡ്രൈവറും നിൽപ്പുണ്ട്. അപ്പോൾ ഇവർ ഇങ്ങനെ ചോദിക്കും, എന്തായി എല്ലായിടവും കണ്ടോ എന്ന് ചോദിക്കും. അപ്പോഴും കുറച്ചൊക്കെ കണ്ടോ, അപ്പോഴും ഇനിയും കാണാമല്ലോ, അവൾ ഇവിടെ തന്നെ ഉണ്ടല്ലോ എന്ന് വല്യപ്പച്ചൻ ഇങ്ങനെ പറയും കേട്ടോ. അപ്പോൾ അലീന വേഗം തന്നെ വല്യപ്പച്ചൻ്റെ കൈ പിടിച്ച് അകത്തേക്ക് കയറിപ്പോയി. അന്നേരം ആൻ്റപ്പൻ ചേട്ടനും ഈ ഡ്രൈവറും കൂടി പറയുവാണ്, ഇനി അവിടെയൊക്കെ കൊണ്ടുപോയി ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു കൊടുത്തിട്ട് ഇനി ആ പെങ്കൊച്ചിൻ്റെ പേരിലെങ്ങാനും അതൊക്കെ എഴുതി കൊടുക്കാനായിരിക്കുമോ എന്നിങ്ങനെ ചോദിക്കും. അപ്പോൾ ആൻ്റപ്പൻ ചേട്ടൻ പറയും, എനിക്കറിയില്ല ആൻ്റപ്പൻ ചേട്ടോ, നമ്മുടെ ജോലിയൊക്കെ പോവോ എന്ന് ചോദിക്കുമ്പോൾ അതും എനിക്കറിയില്ലടാ എന്ന് പറയും. അങ്ങനെ ഇവർ അകത്തേക്ക് കയറി കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ സ്റ്റാൻലി അലീനയോട് ചോദിക്കും, അലീന നിനക്ക് ഇനി എവിടെയെങ്കിലും പോയിൻ്റോ എന്ന് ചോദിക്കും. അപ്പോൾ വല്യപ്പച്ചൻ പറയും, മടിക്കേണ്ട മോളെ, നിനക്ക് എവിടെയെങ്കിലും പോയിൻ്റെങ്കിൽ പറഞ്ഞോ, ബ്യൂട്ടി പാർലറിലോ തുണിക്കടയിലോ അങ്ങനെ എവിടെയെങ്കിലും പോയിൻ്റോ എന്ന് ചോദിക്കും. അപ്പോൾ അലീന പറയും, ഇവിടെ അടുത്തെങ്ങാനും ഓർഫനേജ് ഉണ്ടോ, അഗതി മന്ദിരം, പാവപ്പെട്ടവർ താമസിക്കുന്ന കൊട്ടാരക്കരയിലും കിളിമാനൂരും ഒക്കെ അഗതി മന്ദിരമുണ്ട്. അപ്പോൾ ഇവിടെ അടുത്തെങ്കിലും ഉണ്ടോ, എനിക്കറിയില്ല, അതുകൊണ്ടാണെന്ന് പറയും. അപ്പോഴത്തേക്കും സ്റ്റാൻലിക്ക് അങ്ങോട്ട് ദേഷ്യം വന്നിട്ടോ. അപ്പോൾ സ്റ്റാൻലി പറയും, ഈ ഓർഫനേജ് അലീന നിന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട്, ഈ ഓർഫനേജിൻ്റെ കാര്യം പറയരുതെന്ന് ഇവിടെ. അപ്പോൾ അലീന പറയും, അതിന് ഞാൻ അവിടെ നിന്ന് വന്നതല്ലേ എന്ന് ചോദിക്കുമ്പോൾ സ്റ്റാൻലി പറയും, സ്റ്റോപ്പ് ഇറ്റ്, ഇനി മേലാൽ ഇത് പറയരുത് എന്നിങ്ങനെ പറയും. അപ്പോൾ അലീന പറയും, ഞാനെങ്ങനെ പറയാതിരിക്കും, കഴിഞ്ഞ 23 വർഷമായിട്ട് ഞാൻ അവിടെ ജീവിച്ചത്, അത്തരം ഒരു അനാഥാലയമാണ് എന്നെ പോറ്റി വളർത്തിയത്. അപ്പോൾ എനിക്ക് അങ്ങനെയുള്ളവർക്ക് എനിക്കൊരു നല്ല കാലം വരുമ്പോൾ ഞാൻ തിന്നും കുടിച്ചുമൊക്കെ നല്ല സന്തോഷത്തിൽ ജീവിക്കുമ്പോൾ അവർക്ക് നല്ലത് ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടാവില്ലേ എന്ന് അലീന ചോദിക്കുക. അപ്പോൾ സ്റ്റാൻലി ഇങ്ങനെ വല്ലാതെ നിൽക്കുക കേട്ടോ. അപ്പോൾ വല്യപ്പച്ചനും ഇങ്ങനെ ഇതൊക്കെ കേട്ടിങ്ങനെ നല്ല വിഷമാവുന്നുണ്ട്. അപ്പോൾ അലീന പറയും, ഞാനേ ഒരു അനാഥാലയത്തിൽ നിന്ന് വന്നവളാണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് അവരോടൊരു പ്രത്യേക സ്നേഹവും ഇതുണ്ടാവും. അപ്പോൾ ഒരു അനാഥാലയം എന്ന വാക്ക് കേൾക്കുമ്പോൾ തന്നെ ദേഷ്യം വരുന്ന ഒരാൾക്ക് എങ്ങനെ എന്നെ സ്നേഹിക്കാൻ പറ്റും, ഞാനിവിടെ നിന്ന് പോയിക്കോളാം എന്ന് പറഞ്ഞ അലീന ഇങ്ങനെ സ്റ്റെപ്പ് കയറാൻ പോവാം. അപ്പോൾ പറയും, എനിക്ക് കുറച്ച് പൈസ തന്നാൽ മതി, ബസ് കാശ് തന്നാൽ മതി എന്നിങ്ങനെ അലീന പറഞ്ഞിട്ട് അലീന ഇങ്ങനെ കയറി പോവാം. അപ്പോൾ സ്റ്റാൻലി പുറകെ നിന്ന് വിളിക്കും, അലീന നിന്നോട് ഞാനിവിടെ നിന്ന് പോകാൻ പറഞ്ഞു, ഈ അനാഥാലയം എന്ന് അപ്പോൾ പറയരുതെന്നല്ലേ പറഞ്ഞോളൂ എന്ന് പറയും. അപ്പോൾ അലീന പറയും, ഞാൻ അവിടുത്തെ കുട്ടികളുടെ കൂടെ ആരും ഇല്ലാതെ ഒരുപാട് നാൾ കഴിഞ്ഞിട്ടുണ്ട്. ഇനി അവരാരും അനാഥകളല്ല, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കും എവിടെയോ ഒരു സ്റ്റാൻലി പപ്പയും വൈജയന്തി എന്ന് പറയുന്ന അമ്മയും ഉണ്ട്, പക്ഷെ അവർക്ക് തിരിച്ചറിയില്ല എന്ന് മാത്രമേ ഉള്ളൂ എന്ന് അലീന ഇങ്ങനെ പറയുക. അപ്പോൾ സ്റ്റാൻലിക്ക് ഇതൊക്കെ കേൾക്കുമ്പോൾ നല്ല വിഷമമാവുന്നുണ്ട് കേട്ടോ. അപ്പോൾ സ്റ്റാൻലി പറയും, ഇവളെ ആ എസ്റ്റേറ്റ് കാണിക്കാൻ പോയതാണ് പ്രശ്നമായത്, അവിടെ വന്ന് അവിടുത്തെ വരുമാനവും കാര്യങ്ങളും കേട്ടപ്പോൾ തുടങ്ങിയതാണ് ഇങ്ങനെയെന്ന് പറയും. അപ്പോൾ ഇതൊക്കെ കേട്ട് വല്യപ്പച്ചനും ഒന്നും മിണ്ടാതെ പോകും, കാരണം സ്റ്റാൻലിയുടെ സ്വഭാവം അറിയാമല്ലോ. വേഗം തന്നെ അലീന അങ്ങോട്ടേക്ക് മാറിപ്പോയി. പിന്നെ കാണിക്കുന്നത് നമ്മുടെ സ്റ്റാൻലി റൂമിലിരുന്ന് നല്ല കാര്യമായിട്ട് മദ്യപിച്ചുകൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ ഈ അലീന ഈ ഇടയ്ക്കിടയ്ക്ക് ഈ ഓർഫനേജിലെ കഥയും അവളുടെ ജീവിതത്തിലെ ഓരോ സാഹചര്യങ്ങളും ഒക്കെ പറയുമ്പോൾ സ്റ്റാൻലിക്ക് ഭയങ്കര ദേഷ്യമാവുന്നുണ്ട്. അപ്പോൾ അങ്ങോട്ടേക്ക് നമ്മുടെ അപ്പച്ചൻ വരുവാണ് സ്റ്റാൻലിനെ ഒന്ന് സമാധാനിപ്പിക്കാനായിട്ട്. അപ്പോൾ വരുമ്പോൾ തന്നെ സ്റ്റാൻലി പറയും, അപ്പച്ചന് ഒഴിക്കട്ടെ എന്ന് ചോദിക്കും. അപ്പോൾ പറയും, ഇല്ല ഞാൻ വന്നതേ നിന്നോട് ചില കാര്യങ്ങൾ പറയാനാ എന്ന് പറയും. അപ്പോൾ സ്റ്റാൻലി പറയും, അപ്പച്ചനറിയാലോ എന്നെ ഇതുവരെ ഞാൻ മിലിറ്ററിയിലായിരുന്നപ്പോഴും ഇപ്പോഴും ഇതുവരെ ആരും തിരുത്താൻ വന്നിട്ടില്ല, ഇനി അങ്ങനെ തിരുത്താൻ വന്നാലും ഞാൻ അവരോട് പോയി പണി നോക്കാൻ പറയും. അങ്ങനെയുള്ള ഒരാളെ ഇവളെന്തിനാ ഇടയ്ക്കിടയ്ക്ക് ഈ ഓർഫനേജിൻ്റെ കഥയും പറഞ്ഞ് എന്നെ ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്യുന്നത്. എനിക്ക് ആ ഓർഫനേജ് എന്ന് പറയുന്ന വാക്ക് കേൾക്കുമ്പോൾ തന്നെ ഒരു ഫ്രസ്ട്രേഷനും ഇറിറ്റേഷനും ഒക്കെയാണ് തോന്നുന്നത് എന്ന് പറയും. അപ്പോൾ വല്യപ്പച്ചൻ പറയും, എടാ അവൾ നല്ലൊരു പെങ്കൊച്ചല്ലേ, അവൾക്ക് കാര്യവും വിവരവും വിവേകവും ഒക്കെ ഉള്ള കുട്ടിയല്ലേ, അങ്ങനെയുള്ള മക്കൾ നമ്മൾ നല്ലത് പറയുമ്പോൾ നമ്മളത് സ്വീകരിക്കല്ലേ വേണ്ടേ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ സ്റ്റാൻലി പറയും, അപ്പച്ചൻ ഇത് തന്നെ പറയണം, അപ്പച്ചന് അവളെ പേടിയാലോ, ചിന്നമ്മയല്ലേ, ചിന്നമ്മേൻ്റെ മുഖം പാടിയതുകൊണ്ടല്ലേ അപ്പച്ചൻ ഇപ്പോൾ ഇവിടെ വന്നത്, അല്ലാതെ എന്നോടുള്ള സ്നേഹം കൊണ്ടല്ലല്ലോ എന്ന് പറയും. അപ്പോൾ അപ്പച്ചൻ പറയും, പിന്നെ എനിക്കങ്ങനെയൊന്നുമില്ല, ഞാൻ കാര്യമുള്ള കാര്യം എപ്പോഴാണോ അപ്പം തുറന്ന് പറയും എന്ന് പറയും. അപ്പോൾ ഞാൻ അവൾ പറഞ്ഞ കാര്യം സമ്മതിച്ചല്ലോ, കൊടുക്കാനുള്ളവർക്കൊക്കെ കൊടുക്കാൻ ഞാൻ സമ്മതിച്ചല്ലോ. അപ്പോൾ അവൾ പറയുന്നു, 23 വർഷം ഞാൻ അവിടെ താമസിച്ചെങ്കിൽ സ്റ്റാൻലി പപ്പ ഓരോ വർഷവും 10 അനാഥാലയങ്ങൾക്ക് വീതം
സംഭാവന കൊടുക്കണം എന്ന്. ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും? ഞാൻ തന്നെ നേരിട്ട് കൊടുക്കണം എന്നെന്താ വാശി? ഞാൻ പറഞ്ഞല്ലോ ആൻ്റപ്പനോട് കൊടുക്കാൻ പറയാമെന്ന്. അപ്പോൾ ഇങ്ങനെ പറയും, അവൾക്ക് ആ അന്നത്തെ ജീവിതത്തിൻ്റെ ഒരുപാട് വിഷമങ്ങളൊക്കെ ഉണ്ടാവും മോനെ എന്നൊക്കെ ഇങ്ങനെ വലിയപ്പച്ചൻ പറയും കേട്ടോ. അപ്പോൾ വലിയപ്പച്ചൻ പറയും, നീ ഇവിടെ ഇരിക്കും, ഞാൻ പോയിട്ട് അവളുമായിട്ടൊന്ന് സംസാരിച്ചിട്ട് വരാമെന്ന് പറയും. അവളെയും പറഞ്ഞ് മനസ്സിലാക്കാം നിൻ്റെ കാര്യം എന്നൊക്കെ പറയുമ്പോൾ സ്റ്റാൻലി പറയും, വേഗം ചെല്ലുക, അങ്ങോട്ട് ചെല്ലും. അവിടെ അപ്പച്ചൻ്റെ ചിന്നമ്മ ഇരിപ്പുണ്ടാവും. ചിന്നമ്മയുടെ കൈവെള്ളയിലിട്ട് ഉരുട്ടിയിട്ട് ഒട്ടിക്കും എന്ന് പറഞ്ഞ് ഇങ്ങനെ സ്റ്റാൻലി ഇങ്ങനെ പറയും കേട്ടോ. അപ്പോൾ പറയും, അന്ന് അപ്പച്ചൻ്റെ ഒരു കാര്യം ചെയ്യും, ഇത് ഒരു ഗ്ലാസ് കുടിച്ചിട്ട് പോകുമെന്ന് പറഞ്ഞ് ഒരു ഗ്ലാസ്സിൽ ഒഴിച്ചു കൊടുക്കും. അപ്പോൾ വലിയപ്പച്ചന് പേടിയാലോ അലീനനെ. വലിയപ്പച്ചൻ പറയും, വേണ്ടടാ എനിക്ക് തലവേദനയാണ്, എന്താ അറിയില്ല. അപ്പോൾ തലവേദനയ്ക്ക് ഇത് നല്ലതാ അപ്പച്ച എന്ന് ലാലിച്ചൻ പറയാം. അപ്പോൾ വലിയപ്പച്ചൻ പറയും, പിന്നെ എനിക്ക് കുറച്ച് കിടന്നാൽ മതി എന്ന് പറയും. അപ്പോൾ സ്റ്റാൻലി ചിരിക്കാൻ തുടങ്ങും. എന്നിട്ട് സ്റ്റാൻലി പറയും, എനിക്കറിയാം അപ്പച്ചനെ അവളെ പേടിയാന്ന്, അതുകൊണ്ടാണ് എന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. അപ്പോൾ സ്റ്റാൻലി പറയുന്നുണ്ട്, അപ്പച്ചനൊക്കെ ചെയ്ത കുറ്റം കൊണ്ടാണ്. എന്നിട്ട് ഇപ്പോൾ ലാസ്റ്റ് വന്നപ്പോൾ എൻ്റെ പേര് വരുന്നത് കണ്ടോ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ അവതക്കുട്ടിച്ചായം പറയും, ശരിയാണ്, നല്ല പ്രായത്തിൽ ചിലപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടാവും, അതിനിപ്പോൾ ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റൂടാ, ഇപ്പോഴത്തെ നിലയിൽ അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യാമെന്നുള്ളതല്ലേ എന്നൊക്കെ ഇനി ചോദിച്ചിങ്ങനെ മനസ്സിലാക്കുക കേട്ടോ. അതിനിട്ട് ഞാനൊന്ന് അവളെ കാണട്ടെ എന്നും പറഞ്ഞ് നമ്മുടെ അവതക്കുട്ടിച്ചായൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകും. അപ്പോൾ സ്റ്റാൻലി ഇങ്ങനെ അവതക്കുട്ടിച്ചായൻ്റെ മാറ്റവും അലീനെ തന്നെ ഭരിക്കാമെന്ന കാര്യവും ഒക്കെ ഇങ്ങനെ ആലോചിക്കുക. ഇത് കഴിഞ്ഞ് കാണിക്കുന്നത് നമ്മുടെ വൈജയന്തിയുടെ വീടാണ്. വൈജയന്തി മുറ്റത്ത് നിന്ന് ആരെയോ കാര്യമായിട്ട് ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ നീ എവിടെ എത്തി? ജംഗ്ഷനിൽ എത്തിയോ? എന്നാൽ അവിടെ നിന്ന് കുറച്ചുള്ളൂ, ഞാൻ ഗേറ്റൊക്കെ തുറന്നിട്ടിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്. പെട്ടെന്ന് ഇതൊക്കെ കഴിഞ്ഞ് ഫോൺ കട്ട് ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഒരു ഓട്ടോറിക്ഷ വൈജയന്തിയുടെ വീടിൻ്റെ മുറ്റത്തേക്ക് വന്നു. അപ്പോൾ അതിൽ വന്നത് പുതിയ വേലക്കാരിയാട്ടോ, സുനിത എന്ന പേര്. അങ്ങനെ അവർ വന്നിട്ട് ഈ വീടൊക്കെ നോക്കുക ഇങ്ങനെ പരക്കെ വലിയ വീടൊക്കെ ആലോ. എന്നിട്ട് വന്നിട്ട് വൈജയന്തിനോട് പറയും, ഞാൻ ഈ വീട് മുമ്പ് കണ്ടിട്ടുണ്ട്, ഇതിൽ എത്ര പ്രാവശ്യം പോയിക്കണു, പക്ഷേ ഞാൻ ഓർത്തില്ല കേട്ടോ ഇവിടെയാണ് വീടെന്ന്. അപ്പോൾ പറയും, നീ ഡ്രസ്സൊക്കെ കൊണ്ടുവന്നുണ്ടോ എന്ന് വൈജയന്തി ചോദിക്കും. അപ്പോൾ സുനിത പറയും, ഞാനേ 1-2 സാരി കൊണ്ടുവന്നിട്ടുണ്ട്, പിന്നെ ഇവിടെ നിന്ന് എന്തെങ്കിലും പഴയതൊക്കെ തന്നാൽ അതൊക്കെ ഇട്ടുകൊണ്ട് നടന്നോളാം എന്ന് പറയും. അപ്പോൾ വൈജയന്തി പറയാം, അത് നമുക്ക് നോക്കാം എന്ന് പറയും. അങ്ങനെ ഇവർ അകത്തേക്ക് കയറിയിട്ട് വൈജയന്തി ഇങ്ങനെ ബബിതേനെ വിളിക്കുക, ബബിതേ എന്ന് വേണം. അപ്പോൾ ബബിത കിച്ചണിൽ നിന്ന് വരും. നീ കിച്ചണിൽ എന്തെടുക്കുമായിരുന്നു എന്ന് ചോദിക്കും. അപ്പോൾ ബബിത പറയും, അതെ അമ്മേ, ഞാനേ ചായയും ബനാന ഫ്രൈ ഉണ്ടാക്കുമായിരുന്നു എന്ന് പറയും. അപ്പോൾ പറയും, ഇന്നും കൂടി മതി, നിങ്ങളുടെ പുതിയ വേലക്കാരിയാണ് സുനിത, ഇനി നാളെ മുതൽ ഇവള് ചെയ്തോളും എന്ന് പറയും. കൃഷ്ണ എവിടെയാണ്? കൃഷ്ണേനെ കൂടി വിളിക്കും എന്ന് പറയും. അപ്പോൾ ഇവർ ഇരുന്നിട്ട് ബബിത കൃഷ്ണേ എന്ന് വിളിക്കും. അപ്പോഴത്തേക്ക് കൃഷ്ണ വരും കേട്ടോ. അപ്പോൾ പറയും, നീ എന്തെടുക്കുമായിരുന്നു? പറയും, ചായ ഉണ്ടാക്കുമായിരുന്നു അമ്മേ, നമുക്ക് ചായ എടുക്കട്ടെ എന്ന് ചോദിക്കും. പറയും, ഇന്നുകൂടി എടുത്തോ, നാളെ തൊട്ട് വേണ്ട, ഇവിടെ ഇതാണ് പുതിയ വേലക്കാരി എന്നിങ്ങനെ പരിചയപ്പെടുത്തുക. അപ്പോഴേക്കും നമ്മുടെ ബാലൻ വീട്ടിലേക്ക് വരിക ഓഫീസിൽ നിന്ന്. അങ്ങനെ ബാലൻ അകത്തേക്ക് വന്നു. അപ്പോൾ നമ്മുടെ കൃഷ്ണമോള് ചോദിക്കും, ചേച്ചിക്ക് മലപ്പുറം കത്തി, മിഷൻ ഗണ്ണ്, ഒലക്കയുടെ മൂട് ഇതൊക്കെ ഉപയോഗിക്കാൻ അറിയാമോ എന്ന് ചോദിക്കും. അപ്പോൾ ആ ചേച്ചി ഇങ്ങനെ അത്ഭുതപ്പെട്ടു കേട്ടോ. പറയും, അല്ല, അതൊക്കെ ഇവിടെ നിൽക്കുമ്പോൾ ആവശ്യമാണ് എന്നിങ്ങനെ പറയും. അപ്പോൾ വൈജയന്തി പറയും, നീ എന്തിനാ അവളെ പേടിപ്പിക്കുകയാണോ എന്ന് ചോദിക്കും. പറയും, ഇല്ലേ എന്ന് പറയും. അപ്പോൾ നമ്മുടെ ബാലചന്ദ്രൻ വന്നിട്ട് ഇങ്ങനെ സുനിതേനെ ഇങ്ങനെ നോക്കുക, ഇതാരാ എന്ന് ചോദിക്കും. അപ്പോൾ ബബിത പറയും, പുതിയ സർവൻ്റാ എന്ന് പറയും. പറയും, ഇവിടെ ഒരു സർവൻ്റെ ആവശ്യമുണ്ടോ ബബിതേ എന്ന് ബാലചന്ദ്രൻ ചോദിക്കും. അപ്പോൾ ബബിത പറയും, ഇല്ലച്ചാ, ഞങ്ങൾക്ക് ചെയ്യാനുള്ള പണിയേ ഉള്ളൂ എന്ന് പറയും. അപ്പോൾ പറയും, ആര് ശമ്പളം കൊടുക്കും എന്ന് ബാലചന്ദ്രൻ ചോദിക്കും. അപ്പോൾ വൈജയന്തി പറയും, സുനിതയുടെ ശമ്പളം ഞാൻ കൊടുക്കും എന്നിങ്ങനെ പറയും. എന്നിട്ട് വേദന പിന്നെ ഒന്നും പറയാതെ ബാലചന്ദ്രൻ മേളിലായിട്ട് കയറിപ്പോയി. അങ്ങനെ പിന്നെ രാത്രിയായപ്പോൾ സുനിതയാണ് അന്നത്തെ കുക്കിങ്ങൊക്കെ. അപ്പോൾ സുനിത ഒരു നെറ്റിയൊക്കെ ഇട്ട് വർക്കിംഗ് തുടങ്ങി. അപ്പോൾ വൈജയന്തി വലിയ ആളായിട്ട് സ്വന്തമായിട്ട് ഉണ്ടാക്കി വിളമ്പുന്ന പോലെയാണ് വൈജയന്തിയുടെ മുഖഭാവവും പ്രവൃത്തികളും. വേദന വന്നിട്ട് ബബിത ഇരുന്ന് TV കാണുന്നുണ്ട്. അവിടെ വന്നിട്ട് ബബിതേനെ ചീത്ത പറയാം, നീ ചോറ് കഴിക്കുന്നില്ലേ, വാ വന്ന് ഭക്ഷണം കഴിക്കും, അച്ഛനെയും വിളിക്കും എന്ന് പറയും. അപ്പോൾ നമ്മുടെ കൃഷ്ണൻകുട്ടി എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ബബിത ഇങ്ങനെ കൃഷ്ണേനെ വിളിക്കും. അപ്പോൾ എന്ത് വർത്താനം, കൃഷ്ണൻകുട്ടിയോ? അപ്പോൾ ഞാനേ എൻ്റെ അനീതിനെ പലതും വിളിക്കും, അമ്മയ്ക്കല്ല അതിന് എന്ന് ചോദിക്കും. അപ്പോഴേക്കും നമ്മുടെ കൃഷ്ണമോൾ അങ്ങോട്ട് വരുക. അപ്പോൾ കൃഷ്ണമോൾ അങ്ങോട്ട് വരുമ്പോൾ, കൃഷ്ണനെ പോയി അച്ഛനെ വിളിക്കും, കൂടെ ആ രോഹിത്തിനെയും കൂടി വിളിച്ചോ എന്ന് പറയും. അങ്ങനെ കൃഷ്ണ പറയും, എനിക്ക് വയ്യ അമ്മ, എനിക്ക് മുകളിൽ കയറാൻ വയ്യ. അപ്പോൾ ബബിത പറയും, ചെല്ല് പോയി വിളിക്കും എന്ന് പറയും. അങ്ങനെ കൃഷ്ണമോൾ മുകളിലേക്ക് ഇവരെയൊക്കെ വിളിക്കാൻ പോയി കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ വൈജയന്തിയും സുനിതയും കൂടി എല്ലാ ഫുഡുകളും കൊണ്ടുവന്ന് ടേബിളിൽ നിരത്തും. അപ്പോൾ നമ്മുടെ ബബിത വന്ന് സീറ്റിലിരിക്കും. അപ്പോൾ ബബിത ചോദിക്കും, ഇന്നെന്താ സ്പെഷ്യൽ എന്ന് ചോദിക്കും. അപ്പോൾ പറയും, അതൊക്കെ കാണാലോ വിളമ്പുണ്ടോ എന്ന്
വൈജയന്തി പറയും കേട്ടോ. അപ്പോൾ മോളിൽ നിന്ന് നമ്മുടെ രോഹിത്തും ബാലചന്ദ്രനും കൂടി ഇറങ്ങി വരുന്നു, കൈ എഴുതുന്നു. അപ്പോൾ ബാലചന്ദ്രൻ ഇങ്ങനെ ഇടങ്കണ്ണൊക്കെ ഇട്ട് നോക്കുന്നുണ്ട് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ. അതിനുശേഷം കൈ എഴുതാൻ നേരത്ത് നമ്മുടെ രോഹിത്ത് പറയും, അച്ഛാ എൻ്റെ ബൈക്ക് പഴയതായി, ഒന്ന് മാറ്റി വാങ്ങണം എന്നുണ്ട് എന്ന് പറയും. അപ്പോൾ ബാലചന്ദ്രൻ ചോദിക്കും, എത്ര വർഷമായി എന്ന് ചോദിക്കും. അപ്പോൾ 3 വർഷം. അപ്പോൾ നോക്കാം എന്ന് പറഞ്ഞിട്ട് ഇവർ പോയിട്ട് ഇങ്ങനെ ഇരിക്കുക, ഭക്ഷണം കഴിക്കാനിരിക്കുക. അപ്പോൾ സുനിത ഇങ്ങനെ ഇതാക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ ഇപ്പോൾ സ്വന്തമായിട്ടാണല്ലോ ഇനിയിപ്പോൾ വേലക്കാരിക്കുള്ള ശമ്പളമൊക്കെ കൊടുക്കാം, അതിൻ്റെ ഒരു അഹങ്കാരത്തിന് നമ്മൾ വൈജയന്തി വേഗം സുനിതേ നീയും കൂടി ഇരുന്നോ, ഞങ്ങളുടെ കൂടെ ഇരിക്കുന്നതിന് കുഴപ്പമില്ല, വെറുതെ അവിടെ വായി വിളിച്ച് നിൽക്കണ്ടല്ലോ എന്നിങ്ങനെ പറയും. അപ്പോൾ ഇനി സുനിത ചാടി കയറി അവിടെ ഒരു കസേരയിൽ കയറി ഇരിക്കും. അപ്പോൾ മുമ്പ് ഇതേപോലെ അലീനേനെ അങ്ങനെ ഇരുത്തില്ലായിരുന്നല്ലോ, ഒരു വേലക്കാരിനെ അങ്ങനെ ഇരുത്തില്ലായിരുന്നു. അപ്പോൾ ബാലചന്ദ്രന് കാര്യം മനസ്സിലായി, പ്രതികാരം ചെയ്യുന്നതാണ്. അപ്പോൾ വേഗം തന്നെ ബാലചന്ദ്രൻ ഇങ്ങനെ നോക്കും, മക്കളെ നോക്കും. എന്നിട്ട് വേഗം തന്നെ ബാലചന്ദ്രൻ പറയുന്നു, സുനിത വിളമ്പാൻ വരട്ടെ എന്നിങ്ങനെ പറയുന്നു. അപ്പോൾ വൈജയന്തിയും ഇങ്ങനെ അത്ഭുതത്തോട് നോക്കി നിൽക്കുന്നത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ ഇതുപോലുള്ള നല്ല അടിപൊളി രംഗങ്ങളുമായിട്ട് ഉള്ള എപ്പിസോഡുകളാണ് ഇനി വരാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചാനൽ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ബൈ.